ഡിവൈൻ നേച്ചേഴ്സ് എന്ന് പറയുന്നത് സ്നേഹം. ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ വായിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ എങ്ങനെ വേണം സ്നേഹിക്കാൻ? ക്രിസ്തു നമ്മെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ, അല്ലേ? ആ സ്നേഹം നമ്മളിലോട്ട് പകർന്നു തന്നിരിക്കുക. ദൈവം വിശ്വസ്തനാണ്. ആ ദൈവമായി ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ദൈവം വിശ്വസ്തനാണ്. നാം ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ഇങ്ങനെ ചില ഡിവൈൻ ക്യാരക്ടേഴ്സ് നമ്മിൽ ദൈവം തന്നിട്ടുണ്ട്. അത് എവിടെ നിന്ന് കിട്ടി? എങ്ങനെ കിട്ടി? ബിക്കോസ് വി ആർ ബോൺ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടിയ ചില പ്രത്യേകതകളാണ്. വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. ഇത് നമ്മുടെ ജനനം കൊണ്ട് കിട്ടിയതാണ്. എന്നാൽ നമുക്കറിയാം, ചില കപ്പിൾസ് മക്കളില്ലെങ്കിൽ ദത്തെടുക്കും. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടല്ലോ. ദത്തെടുക്കാനായിട്ട് ലീഗലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. ആ ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആ കപ്പിൾസിന്റെ നിയമപ്രകാരം കുഞ്ഞാണ്, മകനോ മകളോ. ഈ കുഞ്ഞിന് ഈ കപ്പിൾസിന്റെ പിന്നെ പേരൻസാ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക, ഈ പേരൻസിനുള്ളതിന്റെ അവകാശമുണ്ടോ? അല്ലേ? ഈ പേരൻസിന് എന്തൊക്കെയുണ്ടോ അതിന്റെ അവകാശം ഈ കുഞ്ഞിനുള്ളതാണ്. എന്തുകൊണ്ട്? ഇവരിൽ നിന്ന് ജനിച്ചതേ അല്ല. ഒരുപക്ഷെ ഈ നിയമ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ലായിരിക്കാം. പക്ഷെ ആ ഒരു കൊച്ചിന് ഈ പേരൻസിനുള്ള സകലത്തിന്റെയും അവകാശമുണ്ട്. എവിടെ കിട്ടിയ അവകാശം? ലീഗലി ദേ ആർ അഡോപ്റ്റഡ്. അവർ നിയമപ്രകാരം ദത്തെടുക്കപ്പെട്ടവരായതുകൊണ്ട് ആ പേരൻസിനുള്ളതിന് അവകാശികളാണ്. നാം നിങ്ങളിൽ നിന്ന് എന്താ വായിക്കുന്നത്? എഫേസ്യ ലേഖനം, ഗലാത്യ ലേഖനം, രണ്ട് ലേഖനങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മയും അവൻ ദത്തെടുത്തു. We are adopted by God. നാം ദത്തെടുക്കപ്പെട്ടവരാണ്. ആ ലീഗലി ദത്തെടുക്കപ്പെട്ടവരായതുകൊണ്ട് നമുക്കുമുണ്ട് സ്വർഗത്തിന് അവകാശം. നമ്മൾ ഇങ്ങനെ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് we are co-heirs with Christ. ക്രിസ്തുവിനോട് നമ്മള് കൂട്ടവകാശികളാണ്. ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം അവകാശം. സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട് അതിന്റെ എല്ലാം അവകാശം. ഇങ്ങനെ തന്നെ വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലുള്ളതിന്റെ ഒക്കെ അവകാശം പുത്രനുണ്ടെങ്കിൽ, ക്രിസ്തുവിനുണ്ടെങ്കിൽ, ആ ക്രിസ്തുവിനോടുകൂടെ എല്ലാറ്റിന്റെയും അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട്. അപ്പൊ ആ അവകാശം നമുക്ക് രണ്ട് നിലയിൽ കിട്ടിയിരിക്കാം. ഒന്ന്, because we are born from God, not only that we are adopted by God. രണ്ട് നിലയിൽ ഈ അവകാശം നമുക്ക് കിട്ടിയിരിക്കാം. പക്ഷെ ക്യാരക്ടർ കിട്ടിയത് because we are born from God. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചു, ദൈവത്തിന്റെ മക്കൾ, ദത്തെടുക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ നമുക്കുള്ള രണ്ട് പ്രത്യേകതകളാണ് ഞാൻ ഇവിടെ ഓർപ്പിച്ചത്. ഒന്ന്, ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണ്. രണ്ട്, ക്രിസ്തുവിനോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൂട്ടവകാശികളാണ്. ബിക്കോസ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നാം ദൈവ മക്കളായതുകൊണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു നാം ജനിച്ചു. അതെങ്ങനെ ജനിച്ചെന്നുള്ളതാണ് അവിടെ നിന്ന് വിശദീകരിച്ചത്. ദൈവവചനത്താൽ എന്നിട്ട് പറയുന്നു ആ വചനം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇത് പറഞ്ഞിട്ട് രണ്ടാം അധ്യായം തുടങ്ങുക. എങ്ങനെ തുടങ്ങുന്നു? രണ്ടാം വാക്യം, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഏത് വചനം? ഏത് വചനമാണ്? ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു. ഏത് വചനം? നിങ്ങളെ ജനിപ്പിച്ച വചനം. രണ്ട്, ഇന്നും നിലനിൽക്കുന്ന വചനം. മൂന്ന്, മായമില്ലാത്ത വചനം. ഇത് കുടിച്ച് നിങ്ങളുടെ രക്ഷയ്ക്കായി വളരണം. ഇനി ഞാൻ ആ രണ്ട് പദങ്ങൾ തമ്മിലൊന്ന് ബന്ധപ്പെടുത്തുക. ഇവിടെ ആദ്യം ഏത് വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്? സ്പിരിച്വൽ ബർത്ത്, അല്ലേ? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്പിരിച്വൽ ഗ്രോത്ത്. എന്തുകൊണ്ട് ആത്മീയമായി വളരണം? അവിടെ തന്നെ ആ ഓർഡറിൽ തന്നെ അതിന്റെ മറുപടി ഉണ്ട്. എന്തുകൊണ്ട് ആത്മീയമായി വളരണം എന്ന് ചിന്തിച്ചു പറയാമോ? എന്തുകൊണ്ട്? ഞാൻ സാധാരണ ഇങ്ങനെ ചോദിക്കത്തില്ല, പറഞ്ഞു പോകുന്നു. പക്ഷെ തൊണ്ടയുടെ ആശ്വാസത്തിനോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രതികരിച്ചാൽ എനിക്കൊരു ആശ്വാസം. ജനിച്ചതുകൊണ്ട് വളരണം, അല്ലെ? ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്. രണ്ട്, രക്ഷയ്ക്കായി വളരണം. വളരണം. അപ്പോ
ശ്രദ്ധിച്ച്, എന്തുകൊണ്ട് ആത്മീയമായി വളരണം നമ്മൾ? എന്തുകൊണ്ട് ആത്മീയമായി വളരണം? എന്തുകൊണ്ട് ആത്മീയ വളർച്ച എന്നുള്ളൊരു വിഷയം ഇന്ന് എടുക്കാൻ ദൈവം അങ്ങനെ ഒരു ചിന്തയും പ്രേരണ നമുക്ക് തന്നു. എന്തുകൊണ്ട് അതൊന്നുകൂടെ പഠിക്കാനായിട്ട് ദൈവം അവസരം തരുന്നു? വളരാൻ വേണ്ടി. എന്തുകൊണ്ട് വളരണം? ബിക്കോസ് വി ആർ ബോൺ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതുകൊണ്ട്, ആ ദൈവമക്കളായതുകൊണ്ട് ആത്മീയമായി വളരണം. ദൈവമക്കളായതുകൊണ്ട് ആത്മീയമായി വളരണം. ആത്മീയമായി വളരണമെങ്കിൽ ഒന്ന് ജനിപ്പിച്ചിരിക്കുന്നു, രണ്ട് അതിനെന്തായിരുന്നു ഉപയോഗിച്ചത്? അതേ വചനത്തെ ദൈവം നമുക്ക് ഇന്നും തന്നിട്ടുണ്ട്. ഈ വചനത്തിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു. ആ വചനത്തെ കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക്, ശരിയായ വളർച്ചയ്ക്ക് വേണം. ശരിയായ വളർച്ചയ്ക്ക് എന്ത് വേണമെന്നും അവിടെ പറയുക. എന്ത് വേണം? വചനം വേണം. ആ വചനം എങ്ങനെ തന്നെ കിട്ടണം? മായമില്ലാത്ത പാൽ. അത് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ പഠിച്ചിട്ടേ. ഇപ്പോൾ ജനിച്ച ശിശുവിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ആരും ആത്മീയമായി വളരാൻ ശിശുവിനെ പോലെ ഇനി ആകണമെന്നല്ല ഇവിടെ പറയുന്നത്. പിന്നെ ശിശുവായിട്ടിരിക്കരുത്, വളരണം. ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെ കണ്ട ഇപ്പോഴും ശിശുക്കളെ പോലെ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട പ്രായം കാലം കൊണ്ട്, പക്ഷെ ഒന്നുമില്ല, ഇപ്പോഴും പാലും കുടിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കാനല്ല, പക്ഷേ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാകണമെന്ന്. ഒരു ശിശുവിന്റെ ഉള്ളിലെ ചിന്ത പോലൊരു ചിന്ത. എന്താ ചിന്ത? ഇപ്പോൾ ജനിച്ച ശിശു, ജനിച്ചൊരു കുറച്ചേ ആയുള്ളൂ, കൊച്ചു കുഞ്ഞ. ആ കുഞ്ഞിന് വിശന്നാൽ എന്ത് ചെയ്യും? കരയും. കരയുമ്പോൾ അതിന് ഒരാഗ്രഹമുണ്ട്, വിശപ്പിന് എന്തെങ്കിലും കിട്ടണം, അല്ലെ? അത് കിട്ടുമ്പോൾ ആ കരച്ചിൽ നിർത്തുന്നത്. അപ്പൊ ആ വിശക്കുമ്പോൾ ആ കൊച്ചു കരയുന്നത്, ഞാൻ ഇന്ന് രാവിലെ അമ്മ ദോശ ഉണ്ടാക്കി വെക്കുന്ന കണ്ടായിരുന്നു, അതിലൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്നോർത്താണ് കരയുന്നത്. അല്ല, അതിന് ദോശ എന്താണെന്ന് അറിയത്തില്ല, അമ്മ ദോശ ഉണ്ടാക്കിയൊന്നും അതിനറിയത്തില്ല. ഒരുപക്ഷെ അടുക്കളയിൽ ദോശ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. കുഞ്ഞിനത് വിഷയമേ അല്ല. കുഞ്ഞിന് ഒരൊറ്റ കാര്യം അറിയാവുള്ളൂ, എന്റെ ഈ വിശപ്പും ദാഹവും തീരണമെങ്കിൽ എന്റെ അമ്മ എനിക്ക് വരണം, മായമില്ലാത്ത പാല് തരാൻ അമ്മയ്ക്കേ കഴിയും. അത് കിട്ടുന്നവരെ അല്ലേ, കിട്ടുന്നവരെ കഴിയും. അതാ ശരിയായ ആഗ്രഹം. ഈ ഒരു ആഗ്രഹം ദൈവജനത്തോട് നമുക്കുണ്ടാകണമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവജനം ആദ്യം പോകുന്നത് എങ്ങോട്ടാണ് അറിയാമോ? ഒരു കമന്റ് അല്ലേ? പ്രസംഗം കേട്ടേക്കാം, കിട്ടിയ ഒന്ന് ഡെവലപ്പ് ചെയ്തേക്കാം, അതൊന്ന് പറഞ്ഞു കേൾപ്പിച്ചേക്കാം, നല്ലതാ, ഇതൊക്കെ ചെയ്തു. പക്ഷേ മായമില്ലാത്ത നേരേ ഉള്ളൂ. എനിക്ക് ഇത് കിട്ടിയേ പറ്റൂ, വേറെ ഒന്നും എനിക്കറിയത്തില്ലാത്ത പോലെ, വേറെ ഒന്നും എനിക്കറിയത്തില്ലാത്ത ഒരു അവസ്ഥ. ഒരു ശിശുവിനെ പോലെ ഈ മായമില്ലാത്ത പാൽ എനിക്ക് കിട്ടണം, ദൈവവചനം അതെനിക്ക് വായിക്കണം, അതെനിക്ക് കിട്ടണം, അതെനിക്ക് പഠിക്കണം, അതെനിക്ക് ലഭിക്കണം. ഇങ്ങനൊരു വാഞ്ച ദോശയുണ്ടോ എനിക്കറിയത്തില്ല, കമന്ററി ഉണ്ടോ എനിക്കറിയത്തില്ല, കാലത്തിലപ്പോ അതൊക്കെ അവിടെ ഇരുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് കിട്ടണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം എവിടെ ഹൃദയങ്ങളിലുണ്ടോ അവിടെയാണ് ആത്മീയ വളർച്ച. അതല്ലേ വേദഭാഗം പറയുന്നത്. ശരിയായ ആത്മീയ വളർച്ചയ്ക്ക് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആ വാഞ്ച എന്ന് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിന് അതിന്റെ അമ്മയുടെ പാലിനോടുണ്ടാകുന്ന ആ വാഞ്ചയ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുക. വചനമെന്ന് മായമില്ലാത്ത പാൽ. ഞാൻ ഉറപ്പിച്ചത് പറയട്ടെ, ഇതേ ഉള്ളൂ മായമില്ലാത്തത്. ഒരുപക്ഷെ ഇതിനെ അധികരിച്ചെഴുതുന്ന പുസ്തകങ്ങളിൽ മായം കണ്ടേക്കാം. ഇതിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗകരുടെ ആശയങ്ങൾ അനുസരിച്ച് അതിൽ മായം കണ്ടേക്കാം. പ്രസംഗങ്ങളാണെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും നമുക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം അവരുടേതായ ചില ആശയങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ വരാം. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും മായമുണ്ടോ? അതുകൊണ്ട് പ്രസംഗം കേൾക്കുന്നത് നല്ലതാണ്, പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ്, കമന്ററികൾ തപ്പുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്തു. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം എന്തിനു കൊടുക്കണം? അതിനേക്കാൾ പ്രാധാന്യം ഈ പുസ്തകത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയണം, ദൈവവചനത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ
അവിടെ യോശുവയെ ദൈവം ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു വിടുക. അത് ഏൽപ്പിച്ചു വിടുമ്പോൾ അതുവരെ യോശുവയുടെ കൂടെ മോശ ഉണ്ടായിരുന്നു. പുറകെ നിന്നാൽ മതിയായിരുന്നു. മുമ്പിൽ എന്തുണ്ടെങ്കിലും ആരുണ്ട്? മോശ. പക്ഷെ മോശ വിധിച്ചു. ഇനി ഇസ്രായേൽ ജനത്തെ നടത്തണം. വലിയ ഉത്തരവാദിത്വമാണ്. ദേശം കൈവശപ്പെടുത്തണം. പക്ഷെ ശത്രു രാജ്യങ്ങളുണ്ട്. യോശുവ ഒരു പക്ഷെ ഭയന്ന് കാണും. അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. നമ്മളെ ഒരാളെ കണ്ടു കൂടെ പേടിക്കണ്ട എന്ന് പറയാൻ എന്റെ അർത്ഥമല്ല. പേടിക്കുന്ന എന്തോ നമുക്ക് യോശുവ പേടിച്ച് നിന്നതുകൊണ്ട് പറയാം, യോശുവേ പേടിക്കണ്ട കേട്ടോ. 3 പ്രാവശ്യം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ 3 പ്രാവശ്യം പറയുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വായിച്ചാൽ മതി. 1-ാം അധ്യായം 10 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഇപ്പൊ വായിക്കാനല്ല. അവിടെ പറയുന്നുണ്ട്, മോശയെ എങ്ങനെ ഞാൻ മോശയോട് കൂടെ ഇരുന്നു അതുപോലെ നിന്റെ കൂടെ ഇരുന്നോളാം, നീ പൊക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ പോയ ദേശമൊക്കെ വിഭജിച്ചു കൊടുക്കണം, നിന്നെ ഞാൻ ഓർപ്പിക്കാം ദൈവം പറയുന്നുണ്ട്. ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ ദൈവം എന്താ ചെയ്തതെന്നറിയാം. ഒടുവിൽ ദൈവം അവിടെ എഴുതിയിരിക്കുന്നത് ഒരു പുസ്തകം എടുത്ത് യോശുവയുടെ കയ്യിലോട്ട് കൊടുത്തു. അതിനോട് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണ പുസ്തകമാണ്. അത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവവചനം എടുത്ത് യോശുവയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ദൈവം 3 കാര്യങ്ങൾ യോശുവയോട് പറഞ്ഞു. ഇത് 3 നീ ചെയ്താൽ പറയുന്ന 2 വാഗ്ദത്തമുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഒന്ന് പറയുക. 1, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. 2, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇതിൽ പോലും എന്താ നമുക്ക് ആഗ്രഹം അല്ലേ? നമ്മൾ ചെയ്യുന്നതെല്ലാം വിജയിക്കുക, നമ്മൾ പോകുന്നിടത്തെല്ലാം ഒരു സന്തോഷം, അനുഗ്രഹമാണ്. ഇതിൽ പോലും എന്താ വേണ്ടത്? പക്ഷെ യോശുവയോട് പറയുക, ഇത് 2 സാധിക്കണമെങ്കിൽ ഈ പുസ്തകം എടുത്ത് കൊടുത്തേച്ച് 3 കാര്യം ദൈവം പറയുന്നുണ്ട്. ആ 3 കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. ഞാനിപ്പോ സമയലാഭത്തിന് വായിക്കുന്നില്ല. 1, ഇത് നീ ധ്യാനിക്കണം. 2, ഇത് നീ പ്രമാണിക്കണം. 3, ഇത് നീ നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. 1, ധ്യാനിക്കണം. You have to meditate the law. 2, you have to practice this. 3-ാമത്തത്, ഇത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? എപ്പോഴും വായിൽ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ, എപ്പോഴും ഇത് പറയാൻ ഒരുക്കമുള്ളവനായിരിക്കും. You should be ready to proclaim this. ഇത് പ്രഖ്യാപിക്കാൻ, ഇത് പറയുക, മറ്റുള്ളവരെ അറിയിക്കാൻ. ഇങ്ങനെ 3 കാര്യം പറഞ്ഞു. ആ 3 കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയട്ടെ. ഇത്രയും ചുമതലയും കൊടുത്ത്, ഇത്രയും വാഗ്ദത്വം കൊടുത്തിട്ട് ദൈവം ഈ ന്യായപ്രമാണ പുസ്തകം കൊടുത്തു വെച്ച് യോശുവ ഇത് നീ വായിക്കണമെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നെ വായിച്ചു പോയിക്കും, വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയും, വേദപുസ്തകം വായിക്കാനുള്ള പുസ്തകം രക്ഷപ്പെട്ടല്ലേ എന്ന ഉപദേശമാരെല്ലാം പറഞ്ഞത് വായിച്ചോളൂ. ഇപ്പൊ ഇങ്ങനെ ഒന്നും പറഞ്ഞല്ലോ, ഇത് വായിക്കാനുള്ളതല്ലെന്ന് ഞാനത് ഉറപ്പിച്ച് തന്നെ പറയാം. ഇത് വെറുതെ വായിക്കാനുള്ള പുസ്തകമല്ല. പിന്നെ എന്തിനുള്ളതാണ്? യോശുവയോട് പറഞ്ഞത് എന്താ? മെഡിറ്റേറ്റ് ഓൺ ദിസ്, ധ്യാനിക്കാനുള്ളതാണ്. നാട്ടിലൊക്കെ രീതിയുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പഴയ അച്ഛന്മാരുടെയൊക്കെ രീതി അനുസരിച്ച് ഒരു കടങ്ങാപ്പ് കിട്ടണം, പിന്നെ പുറത്തോട്ട് ഇറങ്ങും. ആ മനോരമ പത്രം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊരു കുറച്ച് നേരം ഇരിക്കണം, എന്നാലേ ഒരു തൃപ്തിയുള്ളൂ. പക്ഷെ ആ പത്രം നാളെ കിട്ടിയാലും ഇതേ പത്രം നാളെ കിട്ടിയാൽ വായിക്കും ഇല്ല. നാളെ വായിക്കണം, വേറെ പുതിയ പത്രം വരണം. അതുകൊണ്ട് അങ്ങനെ വായിക്കാനുള്ളതല്ലെന്ന് ഞാൻ, അങ്ങനെ വായിച്ചു വിടാനുള്ളതല്ല. ഇത് പിന്നെ എങ്ങനെ ധ്യാനിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ വചനം എത്രമാത്രം നമ്മൾ രാവിലെ ഒന്ന് വായിച്ചു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ വായിക്കണമെന്നാണ് അവിടെ പറഞ്ഞത്. അതിനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആത്മീയമായി ശരിക്ക് വളരുവാൻ കഴിയുന്നത് ആ ദൈവവചനത്തിൽ എത്രമാത്രം നാം സന്തോഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. അമ്മായില്ലാത്ത പാല് കുടിപ്പാനുള്ള വാഞ്ച ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇനി അവിടെ പറയുന്നത് വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അത് കുടിക്കണമെങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശുവിന്റെ ആ ഒരു വാഞ്ച ഉണ്ടാകണം. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്,
എത്ര കുടിച്ചിട്ടും അങ്ങോട്ട് പ്രയോജനപ്പെടുന്നില്ല. എന്നാ കാരണം? എത്ര കുടിച്ചിട്ടും അങ്ങോട്ട് വളരുന്നില്ല. എന്താ കാരണം? ചെല്ലുന്നു നോക്ക്, വേറെ ആരാണ്ട് കൊണ്ടുപോകും. അകത്താരണ്ടൊക്കെ കിടപ്പുണ്ട് അല്ലെ? എന്തൊക്കെയോ കിടപ്പുണ്ട്, അവരൊക്കെ കൊണ്ടുപോവാ. എന്താ അകത്ത് കിടക്കുന്നത്? സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും. ഇതൊക്കെ ആരോടെ പറഞ്ഞിരിക്കുന്നു? ദൈവമക്കളോട് ഇതൊക്കെ പറയണോ? എല്ലാ ദുഷ്ടതയും, എല്ലാ ചതിവും, അവിടെയൊക്കെ പറയുന്നത് സകല, എല്ലാ, മുഴുവൻ എന്നൊക്കെയുള്ള വാക്കുകളുടെ ചേർത്താ പറഞ്ഞിരിക്കുന്നത്. സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാം. ഇങ്ങനൊക്കെ ചിലതുള്ളിൽ കിടപ്പുണ്ട്. അതുണ്ടെങ്കിൽ എന്നാ പാല് കുടിച്ചാലും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞ്, ഞാൻ ഇതിനകത്ത് ഓരോന്നും എടുത്തൊന്നും പറയുന്നില്ല കേട്ടോ. അതൊക്കെ അവരവരുടെ ജീവിതമായിട്ട് ചിന്തിച്ചാൽ മതി. നുണയുണ്ടോ നോക്കി അല്ലെ? അബ്രഹാമിൽ പറഞ്ഞതുപോലെ കാര്യസാധ്യത്തിന് വേണ്ടി ചിലപ്പോൾ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എല്ലാ നുണയെന്നുള്ള വാക്കൊക്കെയാണ്. ഞാൻ ഒരെണ്ണം മാത്രം ഒന്ന് എടുത്തു പറയാം. വ്യാജഭാവം. എന്താ വ്യാജഭാവം? ഹിപ്പോക്രസി. അത് നമുക്ക് മലയാളത്തിൽ തന്നെ വേറൊരു വാക്ക് പറയാം, കപടഭക്തി അല്ലെ? കപടഭക്തി, വ്യാജഭാവം. ഞാൻ അത് മാത്രം ചോദിക്കട്ടെ, നമുക്കൊന്നും അത് പറയത്തില്ല, പറയാൻ വേണ്ടിയല്ലേ ചോദിക്കുന്നത്, അവരോടൊന്ന് ചോദിക്കാനാ. ഈ വ്യാജഭാവം നമ്മളുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് ഒന്ന് വ്യാജഭാവം. ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് വരേണ്ടതെന്ന് വചനം പറയുന്നുണ്ട്. ആരോട് എന്തെങ്കിലും പ്രശ്നമുണ്ട് തീർത്തിട്ടേ വരാമെന്ന് പറയുന്നുണ്ട്. ഉള്ളിൽ ഈർഷ്യയുണ്ടെങ്കിൽ അതും പരിഹരിച്ചിട്ടേ വരാമെന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അതും പരിഹരിച്ചിട്ടേ വരാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും ശരിക്കും പരിഹരിക്കാതെ വന്നിരുന്ന് ഇവിടെ അപ്പുറം വീണ്ടും പങ്കെടുത്തു പോയാൽ അവിടെ നമ്മൾ കാണിച്ചതെന്നാണ് വ്യാജഭാവമല്ലേ? എനിക്ക് ആരോടൊരു പ്രശ്നമില്ല, എനിക്കും ഒരു പ്രശ്നവുമില്ല. നല്ല ആത്മീയത ഇങ്ങനെ ഭാവിച്ചല്ലേ അവിടെ നിന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഇവിടെ വ്യാജഭാവം എന്നാ പറയുന്നത്. ഇങ്ങനെ വ്യാജഭാവത്തോടെ നാം മുമ്പോട്ട് പോയാൽ എത്ര പാല് കുടിച്ചാലും അന്നത്തെ വചന ശുശ്രൂഷയുള്ള നമുക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അന്നത്തെ വചന ശുശ്രൂഷ ചിലപ്പോൾ വിറവിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെ? പണ്ടൊരിക്കലേ ഒരു സഭയിൽ ഞാനൊരു വചന ശുശ്രൂഷ നടത്തി. വിഷയം ഇതാണ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞു. ഞായറാഴ്ച പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ ജീവിത ലക്ഷ്യം അവൻ വളരണം, ഞാനോ കുറയണം. അപ്പൊ ആ ആശയത്തെയാണ് 2 മണിക്കൂർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ സഭയിലെ ഒരു ദൈവദാസൻ എഴുന്നേറ്റ്, പ്രായമുള്ള ഒരാൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു അവസാനിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ സഹോദരനായ സ്തോത്രം, കേൾപ്പിച്ചു വചനത്തിനായ സ്തോത്രം, നീ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ അവൻ കുറയണം, ഞാനോ വളരണം എന്ന നിലയിൽ ജീവിപ്പാൻ ഞങ്ങളെയും സഹായിക്കണം. അദ്ദേഹം അങ്ങനെ സംഭവിച്ചത്. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു. ഇരുന്നവരെല്ലാം ആമയും പറഞ്ഞു. ആരും ശ്രദ്ധിച്ചില്ല. കാര്യമായിട്ട് പോകാനുള്ള ധൃതിക്കായിരിക്കും. പക്ഷെ പ്രസംഗിച്ചത് ഞാൻ ശ്രദ്ധിച്ച് ആശീർവാദം കഴിഞ്ഞു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നേച്ച് ഇങ്ങനെ കൈ പിടിച്ചു, എന്തോ പ്രാർത്ഥിച്ചു. അപ്പൊ അദ്ദേഹം എന്നാ പറ്റി? ഞാൻ പറഞ്ഞു, വചനം ഇങ്ങനെ പ്രസംഗിച്ചത് ഇങ്ങനെ, പക്ഷെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണല്ലോ നമ്മെ. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അയ്യോ അങ്ങനെ പറ്റി, അറിയാതെ സംഭവിച്ചത്. ഞാൻ അന്നേരത്തെ ഇത് ഞാൻ തിരിച്ചൊരു മറുപടി കൊടുത്തു, അറിയാതാണേലും ഉള്ളിലിരിപ്പല്ലേ പുറത്തു വന്നു. നല്ല കിട്ടിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അറിയാതാണേലും എന്താ പുറത്തു വന്നത്? ഉള്ളിലിരുന്നതല്ലേ പുറത്തു വന്നത്. ഉള്ളിലൊന്നും പുറത്തു പോകും. അതിനെന്താ പറയുന്നത്? അതാ ഇവിടെ പറയുന്നത് വ്യാജഭാവം. ഉള്ളിലൊന്ന് പുറമേ പോകുന്ന കപടഭക്തി, വ്യാജഭാവം. എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത്, മനുഷ്യവേഷപ്പെടുത്തിയുടെ ജീവിച്ച സമയത്ത് ഏറ്റവും ശക്തമായി ശകാരിച്ചത് ആരെ കൊണ്ടാണ് പറയുന്നത്? പരീക്ഷന്മാരുടെ ഏത് പ്രത്യേകതയാണ്?
വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ വെള്ളം ഒഴിച്ച ശവക്കല്ലറുകൾക്ക് തുല്യമാ, പുറമെ വെള്ളം ഒഴിച്ച് ഭംഗിയായിട്ടിട്ടിരിക്കുക, പക്ഷെ അകം മുഴുവൻ ചീഞ്ഞ നാമ അഷ്ടകുമാരങ്ങളാ. നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കഥാരെ നോക്കി പറഞ്ഞു, ആരെ നോക്കിയാ പറഞ്ഞേ? കപടഭക്തിക്കാരായ, വ്യാജഭാവമുള്ള ഹിപ്പോക്രസി. ഇതിനെ നോക്കിയ കർത്താവ് ഏറ്റവും കഠിനമായ ഭാഷയിൽ ശകാരിച്ചത്. ഇവിടെ പറയാ, വ്യാജഭാവവും നീക്കിക്കളഞ്ഞ്. ശരിയായ ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ നീക്കിക്കളയേണ്ടത് നീക്കിക്കളയണം. കളയേണ്ടത് എന്തെങ്കിലും വെച്ചുകൊണ്ടാൽ ശരിയായ ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നീക്കിക്കളഞ്ഞ്. ആ നിശ്ചയം നീ എടുക്കുന്നില്ല. ഇതൊക്കെ നീക്കിക്കളഞ്ഞു. ഇപ്പോൾ നീ ശിക്ഷിച്ചുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുന്ന വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അവിടെ എഴുതിയിരിക്കുന്നിടത്ത് വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പീനെന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ കുടിപ്പാൻ വാഞ്ചിപ്പീനെന്ന് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഭാവനയിലൊക്കെ ഞാൻ പോകും. ചില ഭാഗങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളെ മാതാപിതാക്കള് അവർക്ക് വേണ്ടെങ്കിലും നിർബന്ധിച്ചെന്ന് അല്ലേ, നിർബന്ധിച്ച് കുടിപ്പിക്കും. എന്നിട്ട് നമ്മൾ പറയും, എന്നെ കൊടുത്താൽ ഇവ കഴിക്കത്തില്ല എന്ന് പറയും. ബലമായിട്ട് പിടിച്ച് ആഹാരം കൊടുക്കുക, ബലമായിട്ട് ചിലപ്പോൾ പാല് കൊടുക്കുക. ഇത് അങ്ങനെ കുടിക്കണമെന്നല്ല പറഞ്ഞു. ആരെങ്കിലും നിർബന്ധിച്ച് തരുന്നതെന്ന് കേട്ടോണ്ട് പൊക്കോളാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ 1 മണി വരെ ഇരിക്കുകയല്ലാൽ എന്നാ ചെയ്യുന്നില്ലേ? എന്നാ പറഞ്ഞാൽ കേൾക്കുകയല്ലാൽ എന്നാ ചെയ്യുന്നു? നിർബന്ധിച്ചൊക്കെ തരിക. അങ്ങനെ കേൾക്കുന്നതെന്നല്ല, കേൾക്കണോ? അതല്ല വിഷയം. പിന്നെ കിട്ടണേ ഈ വാഞ്ച, ആ വാഞ്ചയോടെ, ആ വാഞ്ച ഉണ്ടെങ്കിൽ, ആ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെയും ഇത് കേൾക്കാനുള്ള, ഇത് കുടിക്കാനുള്ള ആഗ്രഹം, ഇതാണ് നമുക്കുണ്ടാകട്ടെ. നിർബന്ധത്താലല്ല, ആഗ്രഹം കൊണ്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അവിടെയാ ശരിക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. ഇനി അവിടെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, രക്ഷയ്ക്കായി വളരുക. ഓക്കെ, അതിൽ വേണ്ടത് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടു. 1, അതിന് നിങ്ങളെ ദൈവം ജനിപ്പിച്ചു. 2, ആ ജനിപ്പിച്ച വചനം ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3, അടുത്തത് സ്പിരിച്വൽ ഗ്രോത്ത്. 3, സ്പിരിച്വൽ ഹൗസ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു അടുത്ത വാക്യം. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തമ്മിലെങ്കിലും ദൈവസേനയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി. അപ്പോൾ നിങ്ങളും കൂടെ ചേർന്ന് ഇപ്പോൾ ഒരു ഗൃഹമുണ്ട്. ഏതാണ് ഗൃഹം? ആത്മീയ ഗൃഹം. അപ്പൊ നിങ്ങളെ ഇപ്പൊ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കൂടിയാണ് നിങ്ങളെ ഒരു ഗൃഹത്തിലാക്കി. ഏതാണ് ആത്മീയ ഗൃഹം? ഏതാണ് ആത്മീയ ഗൃഹം? ഇവിടെ ആത്മീയ ഗൃഹം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ച്? പഴയ നിയമത്തിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ദൈവത്തിന്റെ ഭവനം എന്നൊക്കെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകത്തിലൊക്കെ ഉണ്ട്. ഇബ്രാഹിം ലേഖനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ എടുത്തു പറയുന്നുണ്ട്, മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അപ്പൊ ദൈവഭവനം എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? ഇതിനെ കുറിച്ചാ? ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെ കുറിച്ച് അല്ലേ? ഇസ്രായേൽ മക്കളെ കുറിച്ചാ. എന്നാൽ പുതിയ നിയമത്തിൽ ആ ആശയം ഭവനം, ആത്മീക ഭവനം, സ്പിരിച്വൽ ഹൗസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെ കുറിച്ചല്ല, ബിനാരെ കുറിച്ചാണ്, ചർച്ചിനെ കുറിച്ച്, ദൈവസഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ 3-ാമത്തെ ആശയം പറയുക, നിങ്ങൾ ആത്മീയമായി ജനിച്ചു, അതുകൊണ്ട് ആത്മീയമായി വളരണമെങ്കിൽ നിങ്ങൾ എവിടെ വളരണം? സഭയിൽ വളരണം, ആത്മീയ ഗൃഹത്തിൽ വളരണം. For the proper spiritual growth, you should grow in the proper house. That is the spiritual house, which is the church. സഭയെ വളരണം. നമ്മൾ ചില കൊച്ചു പിള്ളേരൊക്കെ വഴിയെ നടക്കുന്ന കാണുമ്പോഴേ നമ്മളിങ്ങനെ പറയും, എല്ലും തൂലും ഒക്കെ ആയിട്ട് നടക്കുന്ന കണ്ട നമുക്ക് തന്നെ മനസ്സിലാകും അതിന് പേരൻസ് ഒന്നും കെയറില്ല.
ശരിക്കും ഭക്ഷണം കിട്ടുന്നില്ല, നല്ല വീടില്ല, സ്ട്രീറ്റ് വളരുന്നതാണ്. നമ്മൾ കണ്ടാൽ പറയും അല്ലേ? അതേസമയം നല്ല നിലയിൽ വളരുന്ന, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല പുഷ്ടിയോടെയൊക്കെ വളരുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ നമുക്കറിയാം ഇതേതോ നല്ല വീട്ടിൽ വളരുന്നതാണ്. അപ്പൊ നല്ല നിലയിൽ വളരണമെങ്കിൽ എവിടെ വളരണം? നല്ല വീട്ടിൽ വളരണം അല്ലേ? നല്ല നിലയിൽ വളരണമെങ്കിൽ നല്ല വീട്ടിൽ വളരണം. ശരിക്കും ആത്മീയമായി വളരണമെങ്കിൽ നല്ല വീട്ടിൽ വേണം വളരാൻ. അതോടെ ഈ നല്ല വീട് അവിടെയാണ് നിങ്ങളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. For the proper spiritual growth, we are placed in the church. That is the spiritual house. ഓരോന്നും ശ്രദ്ധിച്ചു. ആത്മീയമായി ജനിച്ചതുകൊണ്ട് ആത്മീയമായി വളരണം. ആത്മീയമായി വളരണമെങ്കിൽ എവിടെ ആയിരിക്കണം? എവിടെ നിന്നെ കാണണം? സ്പിരിച്വൽ ഹൗസിൽ നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവം നമുക്കൊരു സഭ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒരു സ്ഥലം, സഭയെ നമുക്ക് ദൈവം തന്നു എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ശരിക്കും വളരുന്നത്. അവിടെയാണ് മേലിൽ പറഞ്ഞ മായമില്ലാത്ത പാല് കിട്ടുന്നത്. അവിടെയാണ് നമ്മുടെ കൃപാവരങ്ങൾ ചുരുപ്പിക്കേണ്ടത്. അവിടെയാണ് ശരിയായ സ്നേഹം കിട്ടുന്നത്. അവിടെയാണ് ശരിയായ കരുതൽ കിട്ടുന്നത്. അവിടെയാണ് ശരിയായ കൂട്ടായ്മ കിട്ടുന്നത്. എങ്കിലേ ശരിയായ ആത്മീയമായി വളരുവാൻ കഴിയും. അതിനുള്ള ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഏതാ? ദൈവസഭയാണ്, സ്പിരിച്വൽ ഹൗസാണ്. അവിടെ നിങ്ങളെ അതുപോലെ സഭയുടെ ഭാഗമാക്കി ദൈവം വെച്ചിരിക്കുന്നു എങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് ഇനി എന്താ തടസ്സം? ആത്മീയമായി വളരാനാണ് ഒരു സ്ഥലം സഭയുടെ ഭാഗമാക്കിയിരിക്കുന്നത്. ആത്മീയമായി വളരുവാനാണ് ഒരു സ്ഥലം സഭയുടെ അംഗത്വം തന്നിരിക്കുന്നത്. നമ്മള് പറയും രക്ഷിക്കപ്പെട്ടപ്പോഴേ ദൈവസഭയുടെ ഭാഗമായി അല്ലേ? രക്ഷിക്കപ്പെട്ടവരെല്ലാവരും സാർവത്രിക സഭയുടെ അംഗമാണ്. അതുകൊണ്ട് ഞാൻ സഭയിലുണ്ട് പോരാ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ ദൈവം സാർവത്രിക സഭയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് ആ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഓരോ സ്ഥലവും സഭയുടെയും ഭാഗമായിട്ടിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം അത് വെളിപ്പെടുത്തുന്നത് വേറൊരു ഭാഗത്തും ഒന്ന് സൂചിപ്പിക്കട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു പ്രയോഗമുണ്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നമുക്ക് പറഞ്ഞിട്ട് പിന്നെ പറയും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് കർത്താവ് അടുത്ത് പറഞ്ഞത് പറയുന്നു, വിളക്ക് കത്തിയിട്ട് കറക്റ്റായ ശ്രമമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ചിലത് പറയും വിളക്ക് കത്തിയിട്ട് പറയേണ്ടതല്ല. മറ്റു സുവിശേഷങ്ങളിൽ അതേക്കുറിച്ച് പറയുമ്പോൾ വേറെ ചില കാര്യം കൂടെ പറയുന്നുണ്ട്. വിളക്ക് കത്തിയിട്ട് കട്ടിയും കീഴിലല്ല, പറയും കീഴിലല്ല, പിന്നെ ഇവിടെ വെക്കണമെന്ന് പറയുന്നുണ്ട്. എവിടെയാ? 3 ഭാഗത്തേക്ക് പറയുന്നിടത്ത് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. വിളക്ക് കത്തിയാൽ അതെവിടെ കാണണം? അതെവിടെ കാണണം? തണ്ടിന്മേൽ അല്ലെ? തണ്ടിന്മേൽ കാണണം. അതെന്തായി തണ്ട്? ഇവിടെ ഇരിക്കുന്ന നമ്മളാ കത്തിയ വിളക്കുകൾ കേട്ടോ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. വിളക്ക്. അപ്പൊ ഞാനും നിങ്ങളുമാണ് കത്തിയ വിളക്കുകൾ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഓരോരുത്തരും കത്തിയ വിളക്കുകളാണ്. നാമാകുന്ന വിളക്കുകൾ കത്തിനിക്കുന്ന വിളക്കുകളാണ്. ഇരുട്ടായിരുന്നു, അന്ധകാരമായിരുന്നു. പക്ഷേ ഈ ശരിയായ വെളിച്ചം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് അവകാശപ്പെട്ട കർത്താവിൽ നിന്ന് ആ ശരിയായ വെളിച്ചം നമ്മിലേക്ക് വന്നപ്പോൾ നാം കത്തിയ വിളക്കുകളായി മാറി. അങ്ങനെ നാം കത്തിയ വിളക്കുകളായി മാറിയപ്പോൾ നമ്മെ നോക്കി പറയുക, നിങ്ങളാണ് കത്തിയ വിളക്കുകൾ. കത്തിയ വിളക്കുകൾ ഇവിടെ കാണണം, തന്നിന്മേൽ കാണണം. എന്തായി തന്നെന്ന് പറയുന്നു? അത് നമുക്ക് ബൈബിളിൽ തന്നെ നോക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം. അത് അതിൽ ഇംഗ്ലീഷിലോ ഒന്ന് വായിച്ചു. മലയാളത്തേക്കാണ് കുറച്ചുകൂടെ വ്യക്തമായ ഇംഗ്ലീഷിലാണ്. 1:13. Revelation 1:13. In the midst of 7 candlesticks, one like unto Son of Man, clothed with a garment down to the foot. In the midst of 7 lamp, അവിടെ candlestick എന്നല്ലേ? Candlestick or in some other versions lamp stands. Stands or sticks.
നമ്മുടെ മലയാളത്തിൽ അതില്ല. മലയാളത്തിൽ വരുമ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവില്ല. പക്ഷെ ശരിക്ക് 7 പൊൻനിലവിളക്ക് തണ്ടുകളുടെ നടുവിൽ. കാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ലാമ്പ് സ്റ്റാൻഡ്സ് എന്ന പദം തന്നെയുണ്ട്. അപ്പൊ അവിടെ എല്ലാം എഴുതിയിരിക്കുകയാണ്. യോഹന്നാൻ നോക്കിയപ്പോൾ കർത്താവിനെ കണ്ടത്, തന്റെ മഹത്വത്തെ കണ്ടത്, മഹത്വധാരിയായ കർത്താവ് എവിടെ നിൽക്കുന്നു? എവിടെ നിൽക്കുന്നതാകട്ടെ? 7 പൊൻനിലവിളക്ക് തണ്ടുകളുടെ നടുവിൽ, അല്ലെ? പൊൻനിലവിളക്ക് തണ്ടുകളുടെ നടുവിൽ. ഇനി 20-ാം വാക്യം വായിച്ചു. Revelation 1:20. Say English. Mystery of the 7 stars, which thou saw in my right hand, and the 7 golden candlesticks. The 7 stars, and the angel of the 7 churches, and the 7 candlesticks which thou. So there you have 7 candlesticks and the 7 churches. ബഹുവചനത്തിലാണ്. 7 candlesticks or the 7 lampstands and the 7 churches. ഏതാണ് ഈ 7 churches? തൊട്ടടുത്ത 2-3 അധ്യായങ്ങളിൽ പറയുന്ന എഫെസോസ് തുടങ്ങി ലവോദിക്യ വരെയുള്ള 7 സഭകൾ. അപ്പൊ ഈ 7 സഭകളെയും ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അല്ലേ? തണ്ട്. ഇങ്ങനെയാണ് 7 തണ്ടുകൾ. 7 സഭകളാണെങ്കിൽ ഓരോ സഭയും ഓരോ തണ്ട്. ഏത് സഭ? സാർവത്രിക സഭയല്ല. എഫെസോസിലെ സഭ പ്രാദേശിക സഭയാ. സ്മുർണയിലെ സഭ പ്രാദേശിക സഭയാ. ലവോദിക്കയിലെ സഭ പ്രാദേശിക സഭയാ. ഇവിടെ ഒരു സഭ, ഒരു തണ്ട്, ഇത് ഈ പ്രാദേശിക സഭയാ. അപ്പോൾ അവിടെ പറയുന്ന തണ്ടിന്മേൽ കാണണമെന്ന് പറയുന്നത് എവിടെ കാണണമെന്ന്? വിളക്ക് കത്തിയതാണെങ്കിൽ എവിടെ കാണണം? തണ്ടിന്മേൽ. സാർവത്രിക സഭയിലുണ്ട്, അത് പോരാ. അതത് സ്ഥലത്തുള്ള തണ്ടിന്മേൽ പ്രാദേശിക സഭകളിൽ എങ്കിലേ ശരിയായ ആത്മീയ വളർച്ച പ്രാപിക്കാൻ കഴിയും. അതാണ് പത്രോസിന്റെ ലേഖനം പറയുന്ന ഓർഡർ. Spiritually you are born, so you should grow spiritually. For the proper spiritual growth, you are placed in the proper house, that is the spiritual house, which is the New Testament church. ദൈവസഭയിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മെ ദൈവസഭയുടെ ഭാഗമാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഓരോരുത്തരും സ്ഥലസഭകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭകളോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം, നമുക്കുണ്ടായിരിക്കേണ്ട കമ്മിറ്റ്മെന്റ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിയായി ആത്മീയമായി വളരുവാൻ കഴിയും. സഭാ ബന്ധം വിട്ടും ആത്മീയ വളർച്ചയില്ല. ഈ ആശയത്തിൽ അങ്ങനെ പറയുക. സ്ഥലം സഭാ ബന്ധം വിട്ട് ശരിയായ ഒരു ആത്മീയ വളർച്ച ഇല്ല, സാധ്യമല്ല. ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആത്മീയ വളർച്ചയ്ക്ക് പറ്റിയൊരു വീട്ടിൽ നമ്മളെ വളർത്താൻ ദൈവത്തിന് പ്രസാദമായി എന്നുള്ളത്. അതാണ് ദൈവസഭ. ഇനി ദൈവസഭയിൽ നമ്മൾ ആരാന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന്, അടുത്ത വാക്ക്, പണിയപ്പെടുന്നു. അപ്പൊ ഇന്ന് ആത്മീയ ഗൃഹം കണ്ടിന്യൂസ് പ്രോസസ്. ഇന്ന് ദൈവസഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വാചകമുണ്ട്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എന്റെ സഭയെ പണിയും. ആ പണി പെന്തക്കോസ്ത് നാളിൽ തുടങ്ങി, തീർന്നിട്ടില്ല. ആ കൺസ്ട്രക്ഷൻ വർക്ക് ഇന്നും തുടരുകയാണ്. പക്ഷെ അതിന്റെ ഫൗണ്ടേഷൻ തീർന്നു, അല്ലേ? ക്രിസ്തു അതിന്റെ കോർണർ സ്റ്റോൺ, മൂലക്കൽ ചേർത്ത് കുറെ കല്ലുകൾ അടിസ്ഥാനപ്പണിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. അതിന്റെ അർത്ഥം as the cornerstone Christ is there, and the fundamental doctrines which are given to the apostles and prophets of the first century are the foundation of the New Testament church. നമുക്ക് കണ്ടിട്ടുണ്ട്, അടിസ്ഥാനപ്പണി കഴിഞ്ഞു. പക്ഷേ മേളിലോട്ടുള്ള കൺസ്ട്രക്ഷൻ ഇന്നും തുടരുകയാണ്, പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ പണിക്കും കുറെ കല്ല് ഉപയോഗിക്കുന്നുണ്ട്. കോണസ്റ്റോണായിട്ട് ഉപയോഗിച്ച കല്ല് ഏതാ? ക്രിസ്തു. ഫണ്ടമെന്റൽ ബേസിക് ഡോക്ട്രിൻസിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട കല്ല് ഏതാ? അപ്പോസ്റ്റൽസ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി. ഇന്ന് മേലോട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കപ്പെടുന്ന കല്ലുകൾ ഏതാ? നമ്മളാ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, എന്നല്ലേ നമ്മളോട് വായിക്കുന്നത്? നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവസഭയുടെ പണിക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ജീവനുള്ള കല്ലുകളാണ് ഞാനും നിങ്ങളും. നമ്മള് സാർവത്രിക സഭ നമ്മൾ നിൽക്കട്ടെ. സാർവത്രിക സഭയോട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള മുഴുവൻ ഉപദേശങ്ങളും നടപ്പിലാക്കേണ്ട സ്ഥലം എവിടെ? പ്രാദേശിക സഭയല്ല. അല്ലാതെ ഈ ലോകത്തിൽ സാർവത്രിക സഭ മൊത്തം കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറയാൻ പോയാൽ നടക്കുന്ന കാര്യമല്ല. അതെല്ലാം നടത്തേണ്ട സ്ഥലമാണ് ഓരോരോ പ്രാദേശിക സഭകൾ. അങ്ങനെയാണെങ്കിൽ ഈ സഭയിലെ അംഗങ്ങളായി ഓരോരോ ജീവനുള്ള കല്ലുകളെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഈ സഭ ശരിയായി പണിയപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഈ സ്ഥലം സഭ ശരിയായി പണിയപ്പെടുന്നതിൽ ഒരു വലിയ പങ്ക് എനിക്കോ നിങ്ങൾക്കോ ഇവിടുത്തെ അംഗങ്ങളായ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്നു. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ദൈവസഭയുടെ പണിക്കായിട്ട് എന്നെയും ഉപയോഗിക്കാൻ ദൈവത്തിന് സാധമായി. ജീവനില്ലാതിരുന്ന ബൈബിളിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്നെയും ജീവനുള്ള കല്ലാക്കി ഈ സഭയുടെ പണിക്കായിട്ട് ഉപയോഗിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരു ചെറിയ കാര്യമല്ല. ഞാനിതെല്ലാം ആ പശ്ചാത്തലം വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വളരെ മനോഹരമായ യഹൂദന്റെ അഭിമാന വിഷയമായ ദേവാലയം വിട്ടുപോകുന്നതിൽ വിഷമം തോന്നി തിരിച്ചു പോകാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം വിശ്വാസികളോട് പറയുക, അതിനേക്കാൾ മനോഹരമായ ഒരു ആലയത്തിലേക്കല്ല നിങ്ങൾ. അത് പറഞ്ഞ അവരെ ധൈര്യപ്പെടുത്തുന്നത്. അതിനേക്കാൾ മനോഹരമായ ഒരാലയത്തിലെ കല്ലുകളാണ് നിങ്ങൾ, ജീവനുള്ള കല്ലുകളാണ് നിങ്ങൾ. ആലയത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? കല്ലിന്മേൽ ശേഷിക്കാതെ മുഴുവൻ തകർന്നു പോകുന്ന. പക്ഷെ ഈ കല്ല് എന്നെ കൊണ്ടാണ് ദൈവസഭയിൽ നിന്ന് പണിയുന്നത്. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എന്റെ സ്ഥലം സഭ അതിന്റെ ശരിയായ പണിക്ക് വേണ്ടി ജീവനുള്ള കല്ലായി ഉപയോഗിക്കപ്പെടുവാൻ എന്നെയും ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുന്നു. ഓരോരുത്തരും അത് മനസ്സിലാക്കിയാണ്. ശരിയായ ആത്മീയ വളർച്ച സാധിക്കേണ്ടത് ശരിക്ക് കെയർ കിട്ടുന്നിടത്ത് വളരണം, സ്നേഹം കിട്ടുന്നിടത്ത് വളരണം, ഷെൽട്ടർ കിട്ടുന്നിടത്ത് വളരണം, ഫെലോഷിപ്പ് കിട്ടുന്നിടത്ത് വളരണം. ഇതൊക്കെ കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല വീട് ഏതാണ്? ദൈവസഭയാണ്, ആത്മീയ ഗൃഹമാണ്. അങ്ങനൊരു ബന്ധം ദൈവം തന്നിട്ടില്ലേ? അങ്ങനൊരു കൂട്ടായ്മ ദൈവം തന്നിട്ടില്ലേ? ആ തന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശം, നാം ശരിക്ക് ആത്മീയമായി വളരുവാൻ കൂടിയ ആത്മീയ വളർച്ച. അതിന് ദൈവത്താൽ ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്യും. അതിനകത്ത് എന്നെ നിങ്ങളെ ജീവനുള്ള കല്ലുകളാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. അടുത്തത് spiritual birth. Next, spiritual growth. For the proper spiritual growth in the spiritual house. In the spiritual house, what's our responsibility? അടുത്ത നമ്മുടെ ഉത്തരവാദിത്വം അത് ആത്മീയ വളർച്ചയുടെ എവിഡൻസ്, തെളിവാണ്. നമ്മൾ ആത്മീയമായി വളരുവാൻ ആത്മീയമായി ജനിപ്പിച്ചു, ആത്മീയമായി വളർച്ചയ്ക്ക് ആത്മീയ ഗൃഹത്തിലാക്കി. ആ ഗൃഹത്തിൽ ശരിക്കും വളരുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവാണ് അടുത്തത് എന്താണ് പറയുന്നത്? നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന് പറയും ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക ആത്മീയ ഗൃഹത്തിനകത്ത് നമുക്കുള്ളൊരു ചുമതല എന്താണ്? ആത്മീയ ഗൃഹം ദൈവസഭയിൽ നമ്മുടെ ഏറ്റവും വലിയ ചുമതല. നമ്മുടെ ചുമതലകളിൽ ഒന്നും വലുതെന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ സഭയ്ക്കുള്ളിലുണ്ട്. അതിൽ ഏറ്റവും വലുത് ആത്മീയ യാഗം കഴിക്കുക. ആത്മീയ യാഗം. ഒരു സംശയം, ഇനി യാഗമുണ്ടോ? നമ്മൾ യാഗം കഴിക്കണോ? Do we need to offer the sacrifices as the New Testament believes?
ഇബ്രാഹിം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അകൃത്യത്തിന് മോചനം വന്നിരിക്കുക, ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും രക്ഷിക്കുന്നില്ല, ആവശ്യമില്ല. പിന്നെ എന്താ ഈ യാഗം? We need to offer sacrifices. Yes, not the orchestral sacrifices, not for the remission of the sins, because the sins are remitted. We need to offer the spiritual sacrifices. അതെന്താ? അത് പലതും പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ, പുതിയ നിയമയാഗങ്ങൾ, ആത്മീയ യാഗങ്ങൾ എന്നുള്ള നിലയിൽ. പക്ഷേ അതെല്ലാം ഇവിടെ തുടരാൻ പൂർത്തിയില്ല. ഞാനതിൽ ഒന്ന് മാത്രം പറയാം. നമുക്കറിയാവുന്ന ഒരു ഭാഗം എടുക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ സംഭവം എല്ലാവർക്കും അറിയാം. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസരണം കാണിച്ച് സ്വന്തം മകനുമായി അബ്രഹാം മോറിയ മലയിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 3 ദിവസത്തെ വഴിദൂരം ചെന്നപ്പോൾ ദൂരെ നിന്ന് മോറിയ മല കണ്ടു. മല കണ്ടപ്പോൾ അബ്രഹാം അവിടെ നിന്നു. എന്നിട്ട് അവന്റെ ബാല്യക്കാരോട് പറയാം, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാനും ബാലനൂടെ അവിടത്തോളം പോയി. ഉൽപ്പത്തി 22-5 വായിക്കാം. ഞാനും ബാലനൂടെ അവിടത്തോളം പോയി. മലയാളത്തിൽ അബ്രഹാം ബാല്യക്കാരോട് കൈഡിയുമായി ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മണിക്കാരാന്നല്ല പറയാണോ? ആണോ? ശ്രദ്ധിക്കേ, ഞാനും ബാലനും കൂടെ അവിടത്തോളം പോയി എന്ന് പറയുന്ന ഒന്നും തെറ്റല്ല. എന്തിനാ പോയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എന്താ പറയും? അബ്രഹാമിനോട് യാഗം കഴിക്കാനാ പറഞ്ഞേ, ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനാ പോയെ, ശരിയല്ലേ? ശരിയാ. പക്ഷെ അബ്രഹാം പറഞ്ഞ എന്താന്ന് അറിയാമോ? അബ്രഹാം പറഞ്ഞെന്താ? ഞാനും ബാലനൂടെ അവിടത്തോളം പോയി ആരാധന കഴിച്ചു തുടങ്ങിയവരാ. ആരാധന എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? യാഗത്തോട്. യാഗം കഴിക്കുക എന്ന് പറയുന്നത് എന്താ? ആ ഭാഷയിൽ മോറിയ മലയുടെ മുകളിൽ പോയി ഇസഹാക്കിനെ യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അബ്രഹാം പറഞ്ഞു? എന്താ? ആരാധനയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മീയ ഗൃഹത്തിലെ നമ്മുടെ ചുമതല എന്താ? ആത്മീയ യാഗം കഴിക്കുക. അതെന്താ? ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് ആ വാക്യം നിർത്തുന്നില്ല. ഞാൻ അടുത്ത വിശേഷണം കൂടെ ചേർത്ത് വേണം ചിന്തിക്കാൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ തക്ക അവിടെയാണ് ആത്മീയ വളർച്ച. നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷണം. ആ വാക്യഭാഗം ആത്മീയ വളർച്ചയുടെ എല്ലാ വശങ്ങളും വിശദീകരിക്കുന്നുണ്ട്, അല്ലെ? എല്ലാ വശങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഞായറാഴ്ച കൂടി വന്ന് ആരാധിക്കുന്നത് ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണോ? അതിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടെങ്കിൽ ആത്മീയമായി വളർന്നിട്ടുണ്ട്. ഇല്ലെങ്കിലോ അത് ആത്മീയ വളർച്ച ഒന്നും അവകാശപ്പെടാൻ കഴിയത്തില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, ചിലപ്പം ചില ആരാധനയോട് കർത്താവ് പോലും ഇല്ലാതെ ഒരു വാഗ്ദത്തം തന്നിട്ടുള്ള 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ പിന്നെ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും. പക്ഷെ ഞാൻ പറയട്ടെ, അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കർത്താവ് കേറില്ല, പുറത്തായിരിക്കും. നല്ല തെളിവ് ബൈബിളിലുണ്ട്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ വായിച്ചു. അതിൽ 3-ാം അധ്യായത്തിൽ ഒടുവിലേക്ക് വന്ന് ലവുദിക്കിയ സഭയോട് എന്താ പറയുന്നത്? ഇന്നത്തെ കാലഘട്ടത്തെ സഭയെ ലവുദിക്കിയ സഭ സൂചിപ്പിക്കുന്നത്. ആ സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നമ്മൾ സാധാരണ പറയുന്നറിയാം, സുവിശേഷം പറയും, അല്ലേ? സുവിശേഷം പറയുമ്പോൾ എന്ന് പറയും, വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ഹൃദയം കൊണ്ട് തുറന്നുകൊണ്ട് അകത്തോട്ട് വരുന്നു. കുഴപ്പമില്ല, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് പറയും. പക്ഷെ കോണ്ടെക്സ്റ്റ് അതല്ല. സുവിശേഷം പറയാനോ? അല്ല. ലവുദിക്കിയ സഭ കൂടി വരുന്നു, ഒന്നിച്ചിരുന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, വചനം ചിന്തിക്കുന്നു. പക്ഷെ ആരില്ല അടുക്കാരില്ല. കർത്താവ് വെളിയിൽ നിന്നൊക്കെ കർത്താവ് പറയാം, വാതിൽക്ക് നിന്ന് മുട്ടില്ല. ഞാൻ അവിടെ വായിച്ചു ഏറ്റവും വിഷമം, ഏറ്റവും ദുഃഖകരമായി തോന്നിയത് കർത്താവ് അവിടെ ഇല്ലെന്ന് തന്നെയല്ല, വാതിൽക്ക് നിന്ന് മുട്ടുന്നത് തന്നെയല്ല,
എന്നിട്ട് കർത്താവ് ഒരു വാചകം കൂടെ പറയാം, ഞാൻ വാതിക്കൽ നിന്ന് നോക്കുന്നു, ആരെങ്കിലും ഈ ശബ്ദം ഒന്ന് കേട്ട് തോന്നുന്നതെല്ലാം ഉണ്ടോ? ആ ശബ്ദം ആരും ഉണ്ട്? എല്ലാവരുടെയും ചിന്ത എന്താ? ഇതിനകത്തുണ്ടെന്നാ, ഞങ്ങൾ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ടെന്നാ, ഇതെല്ലാം പ്രസാദിക്കുന്നുണ്ടെന്നാ. ഇല്ലെന്നുള്ളത് പോലും തിരിച്ചറിയാൻ അതിനെ ഈ ഒരു വാക്കുകൊണ്ട് ഞാൻ വിശേഷിപ്പിക്കുക. ഹൃദയം കഠിനപ്പെട്ടിരിക്കുക. നടുവിലുണ്ടായിരിക്കേണ്ടവൻ അവിടെ ഇല്ലെന്നുള്ളത് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. പുറത്തു നിന്ന് മുട്ടിപ്പിടിച്ചിട്ടും ആ ശബ്ദം കേൾക്കാൻ കഴിയാതെ അകത്തിരുന്ന് ആരാധിക്കുന്ന ലഹുദിക്കിയ സഭ. ക്രിസ്തു അവിടെയില്ല. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് ആത്മീയമായ വളർച്ച നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. ക്രമത്തിന് ലേഖനത്തിൽ ആത്മീയ വളർച്ചയെ കുറിച്ച് നമ്മെ സൂചിപ്പിച്ചു. അതിന് നമുക്ക് ചില പദവികൾ തന്നിട്ടുണ്ട്, അതുകൊണ്ടുണ്ട്. ആത്മീയ യാഗം കഴിപ്പാനൊക്കെ നമുക്ക് വിശുദ്ധ പുരോഹിതവർഗം. അതേ അധ്യായത്തിന് മുമ്പോട്ട് വരുമ്പോൾ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വേറൊരു പുരോഹിത വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. വേറൊരു വിശേഷണം, രാജകീയ പുരോഹിത വർഗം, ഹോളി പ്രീസ്റ്റ്ഹുഡ് ആൻഡ് റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഇത് രണ്ടും നമുക്കുള്ള പദവിയാണ്. രണ്ടിന്റെയും കടമ വ്യത്യസ്തമാണ്. As the holy priest, our responsibility is to offer the spiritual sacrifices, and as the royal priest, our responsibility is to proclaim the goodness of the one who has called us. നമ്മൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ രാജകീയ പൗരോഹിത്യവും ആരാധന അർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിശുദ്ധ പുരോഹിത വർഗവും. നമ്മുടെ ചുമതല എന്താ? നമ്മുടെ ചുമതല ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഞാനിപ്പോ പറഞ്ഞ വേദവാക്യത്തെ ആത്മീയ വളർച്ചയോട് ബന്ധപ്പെടുത്തി ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്തുകൊണ്ട് നാം ആത്മീയമായി വളരണം? ഇത്രയും ചിന്തിച്ച പത്രോസിന്റെ ലേഖനത്തിലെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, എന്തുകൊണ്ട് നാം ആത്മീയമായി വളരണം? ബിക്കോസ് വി ആർ ബോൺ ഫ്രം ഗോഡ്. അല്ലേ? നാം ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ആത്മീയമായി വളരണം. നാം ദൈവമക്കളായതുകൊണ്ട് ആത്മീയമായി വളരണം. ആത്മീയമായി വളരുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന 2 പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഇന്ന് ചിന്തിച്ചതിൽ നിന്ന് മാത്രം. ഫോർ ദ സ്പിരിച്വൽ ഗ്രോത്ത് 2 provisions are given by God. Which are they? One, the pure milk, which is the word of God, and the second one, the proper house, the spiritual house, which is the church. ഇത് രണ്ടും ദൈവം നമുക്ക് തന്നിരിക്കും. ഈ പ്രോപ്പർ ഗ്രോത്ത്, ശരിയായ വളർച്ചയ്ക്ക് നമ്മൾ നീക്കിക്കളയേണ്ടത് എന്തൊക്കെയാണ്? ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഞാനത് ഇങ്ങനെ മാത്രം പറയട്ടെ, ശരിയായ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നീക്കിക്കളഞ്ഞു. ഇനി എവിടെയാണ് ശരിയായി വളരേണ്ടത്? വളർച്ച വെളിപ്പെടുന്ന മേഖല എവിടെയാണ്? സഭയിൽ. ശരിയായി വളരുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവെന്താ? അതിന്റെ തെളിവെന്താ? ആരാധന ദൈവം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ശരിയായ വളർച്ചയുടെ ലക്ഷണം. ആത്മീയ വളർച്ചയെ കുറിച്ച് എത്ര കൃത്യമായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ വളർച്ച എത്രമാത്രമുണ്ട്? ഞാൻ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസാണ് എഴുതി തന്നത്. അതുകൊണ്ട് പത്രോസിന്റെ ആ സംഭവം പെട്ടെന്ന് മനസ്സിൽ വന്നുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞ് ഈ സെഷൻ വന്നാണ്. പത്രോസിനെ കർത്താവ് മടക്കി വരുത്തുന്നില്ല. 21-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, മീൻ പിടിക്കാനൊക്കെ പോയി, ഉയർത്താൻ തന്നെ കർത്താവിനെ കണ്ട ശേഷം മീൻ പിടിക്കാൻ പോയി. പക്ഷേ കർത്താവ് പിന്നെ കടൽക്കരയെ ചെന്ന് മടക്കി വിളിക്കുക. ആ പാടമൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് കർത്താവ് മടക്കി വിളിച്ച് നല്ല അപ്പവും മീനും ഒക്കെ കൊടുത്തു. അതെല്ലാം കൊണ്ട് കഴിച്ചേ ചിരിക്കുമ്പോൾ കർത്താവ് എന്ന് പത്രോസിനോട് ചോദ്യം ചോദിക്കുന്നു, എന്താ വിളിക്കുന്നതെന്ന് പറയാം. പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട് അന്നെടുത്ത് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഒടുവിലത്തെ പാരഗ്രാഫിന്റെ ആദ്യത്തെ കവി. പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട് എന്താ വിളിച്ചത്? യോഹന്നാന്റെ മകനായ ശിമോനെ. ആരെ വിളിച്ചത്?
ആരെയാ വിളിച്ചത് പറയാം? പത്രോസിന്. പത്രോസിന് ഇപ്പോഴത്തെ പേരെന്താ? ഈ വിളിക്കുന്നതിന് 3.5 വർഷം മുമ്പ് പത്രോസിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ കർത്താവ് അവനോട് പറയാം, നീ യോഹന്നാന്റെ മകനായ ശിമോനാ, പക്ഷെ ഇനി നീ ആ പേരിലല്ല അറിയപ്പെടുന്നത്, ഞാൻ പുതിയ പേര് തരിക, പത്രോസ് എന്ന്. ഇത് പറഞ്ഞ കർത്താവ് 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവനെ ഏത് പേരാ വിളിക്കുന്നത്? ഏതാ വിളിക്കേണ്ടത്? നോക്കിക്കോണേ, പുതിയ പേര് ഇട്ടയാൾ തന്നെ ഇപ്പം പത്രോസിനെ എന്നാ വിളിക്കുന്നത്? പഴയ പേര്, പുതിയ പേരല്ല വിളിക്കുന്നത്. എന്നാ കാരണം എന്ന് പറയാമോ? എന്താ കാരണം? പണ്ട് ഇവനെ വിളിച്ച് പുതിയ പേരിട്ടപ്പം ഇവൻ എന്തായിരുന്നു പണി? അവന്റെ പാർപ്പ് എവിടെ ആയിരുന്നു? കടൽക്കരയിൽ അല്ലേ? അവൻ കടൽക്കരയിലായിരുന്നു, മീൻപിടുത്തമായിരുന്നു. 3.5 വർഷം കൂടെ നിന്ന് ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചത്, ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തതാ. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നോക്കിയപ്പോഴും അവൻ ഇവിടെ തന്നെ അതേ ദിവ്യോസ് കടൽക്കരയിൽ അതേ മീൻപിടുത്തമായിട്ട് നിൽക്കുക. എങ്ങനെ അവനെ പുതിയ പേര് വിളിക്കും? ഈ 3.5 വർഷത്തെ വളർച്ച അവനിലുണ്ടോ? 3.5 വർഷമായി ഇവരുടെ കൂടെ ആയിരുന്നൊക്കെ പറയാം, പക്ഷെ അതിന്റെ ഒരു എവിഡൻസും അവന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് കർത്താവ് അവനെ നോക്കിയിട്ട് വിളിച്ചത് എന്താണെന്നറിയാമോ? പത്രോസിനെ വിളിക്കാൻ മടിച്ചു കർത്താവ്. അറിയാൻ പാടില്ല, മറന്നുപോയതുമല്ല, മടിച്ചിട്ട് അവനെ വിളിക്കുക. ഞാൻ പറയുന്നത് ശിമോനെ വിളിച്ചോളാരുന്നതിനും എന്തോടെ വിളിച്ചു എന്ന് പറയാ. വിളിയിൽ കർത്താവ് ഒരു കാര്യം കൂടെ പറയാം, എടാ നീ ഇപ്പോഴും യോഹന്നാന്റെ മോൻ തന്നെ, നീ ഇപ്പോഴും യോഹന്നാന്റെ മോൻ ശിമോൻ തന്നെയാണ്. നിനക്ക് ഒരു വളർച്ചയില്ല, ഒരു മാറ്റവും ഇല്ല. പിന്നെ കുറെ ചോദ്യം ചോദിച്ചു, മറുപടി എല്ലാം കഴിഞ്ഞ് അവസാനം പത്രോസിന് മനസ്സിലായപ്പോൾ കർത്താവിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ നീ സകലവും അറിയുന്നു. നിങ്ങളുടെ ജീവിതത്തെ നോക്കി കർത്താവ് ഏത് പേര് വിളിക്കും? പഴയതോ പുതിയതോ? പുതിയതോ വരട്ടെ. കാലത്തിനൊത്ത ആത്മീയ വളർച്ച അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത് ദൈവസഭയിലാകട്ടെ നമ്മുടെ ആത്മീയ വളർച്ച വെളിപ്പെടുന്നത്. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമാണ് പ്രാർത്ഥന.